എലിക്കുട്ടികളുണ്ടല്ലോ അതുപോലെയാണ് ചെയ്യുന്നത്. എനിക്ക് ഏത് കോഫി വാങ്ങിയതാണ് ഇൻസ്റ്റാഗ്രാം നോക്കി വാങ്ങിയതാണ്. കാരണം ഞാൻ അവരോട് 150 ജിലേബി ആൻഡ് മൈസൂർ ബാക്ക് മൈ ഫേവറേറ്റ്. അയ്യോ ചൂടോടുള്ള ഏത്തക്ക നമ്മൾ ഒരുപാട് വീട് കാണിച്ചിട്ട് മെസ്സേജൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ റീപ്ലൈ കൊടുക്കുമ്പോൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ പാടുപാടാം. അതിൻ്റെ ഇടയിലാണ് വീട്ടുകാർ ഒന്നും മനസ്സിലാക്കാതെ കംപ്ലൈൻ്റ് ആണ് എനി ടൈം 24 hours മൊബൈൽ ഇരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന ആൾക്കാർ ഇല്ലല്ലോ എന്ന് വീഡിയോ നോക്കിയിട്ട് ബാക്ക് ടു മലബാർ മഞ്ചത്തി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് പുറത്തൊന്നും പോകാറില്ല കേട്ടോ. പുറത്ത് പോകണമെന്ന് അറിയില്ല, പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ പുറത്ത് പോകും. പക്ഷേ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വീട്ടിലത്തെ കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. രാവിലെ എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സിമ്പിൾ ആൻഡ് ഡിമ്പിളായിട്ട് പറയണമെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം, അങ്ങനെയാണ്. സോ ഓൾറെഡി ഞാൻ ഫേസ് വാഷ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ വിശുദ്ധമായിട്ട് ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കുന്ന ആവശ്യമൊന്നുമില്ല. സോ കുട്ടികളെ അറിയില്ലേ, അപ്പോൾ കുട്ടികളെ കാര്യം ഒന്നും പറയണമെന്നില്ല. കുട്ടികൾ സ്കൂൾ പോയിട്ടാണ്. ഓൾറെഡി ഞാൻ എല്ലാ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ടി വി കേടായിട്ടാണ്. ടി വി ശരിയാക്കണമെങ്കിൽ ആ ഡിസ്പ്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്ര ഡിസ്പ്ലേ ശരിയാക്കണമെങ്കിൽ 6,000 to 7,000 വേണം അത്ര. അപ്പോൾ അത് ആ ടി വിക്ക് തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് 9,000 to 10,000 സംതിങ് ആണ് ഓൺലൈനിൽ. സോ അതിൻ്റെ എന്താ പറയുക വാറൻറ്റി പീരിയഡ്സ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരുപാട് കാരണം നമ്മളെ മിസ്റ്റേക്കാണ്, അവരുടെ മിസ്റ്റേക്ക് അല്ല. ബട്ട് ട്രൈ ചെയ്തു എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ഉണ്ടാവും എന്നുള്ളത്. കുട്ടികളെ ടി വി ഇല്ലാതെ പിടിച്ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ 2-3 കുട്ടികളുണ്ടായിരുന്നല്ലോ. 2 കുട്ടികൾ ഞാൻ ടി വിനെ വിശ്വസിച്ചിട്ടാണ് ഇരിപ്പിച്ചത്. പക്ഷെ അവർ രണ്ടാളും ഭയങ്കര എലിക്കുട്ടികളുണ്ടല്ലോ അതുപോലെയാണ് ചെയ്യുന്നത്. കുട്ടികൾ ഞാൻ പറയുന്ന ആവശ്യമില്ലല്ലോ, ഒരുപാട് ബുദ്ധിമുട്ടാണ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത്. അവർ ബാക്കിൽ തന്നെ നടക്കണം, ഇങ്ങോട്ട് കുക്കിങ്ങും ആക്കണം. അപ്പം ഞാൻ ഇന്നലെ രാത്രി ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ കട്ടൻ ആൻഡ് റസ്ക് ഒക്കെ കഴിച്ചതാണ്. അതാണ് കേട്ടോ ഏറ്റവും നമ്മൾ രാവിലെ ഉടനെ കഴിക്കുന്നത്. അപ്പോൾ 11 മണിയാകുമ്പോൾ കുട്ടികളൊക്കെ ഞാൻ ലേറ്റ് നൈറ്റാണ് വർക്ക് ചെയ്തത്. ലേറ്റ് നൈറ്റ് വർക്കിയിട്ട് ലേറ്റ് നൈറ്റാണ് എണിപ്പിച്ചത്. ലേറ്റ് മോർണിംഗ് ആണ് എണിപ്പിച്ചത്. അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്നതിന് ഉച്ചക്ക്, അതായത് 11-12 മണിയാകുമ്പോഴാണ് അവർ എണിക്കുന്നത്. അപ്പോൾ ആ ടൈമിലേക്ക് അവർക്ക് ഞാൻ ഓൾറെഡി രാത്രി ഉണ്ടാക്കിയിട്ടുള്ള ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി ഉണ്ടല്ലോ അതൊന്ന് ചൂടാക്കിയിട്ട് അവർക്ക് ഫുഡായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനിവിടെ ഇന്ന് കട്ടനോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കേണ്ടത്. പക്ഷേ കോഫി വയ്ക്കാൻ കോഫിയുടെ പൊടിയില്ല. ഇഷോ കോഫി പൗഡർ കൊണ്ടുപോകാം. പക്ഷേ ഞാൻ കോഫി വയ്ക്കാം. അപ്പോൾ ഞാൻ ജഗ്ഗിരി കോഫി വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ജഗ്ഗിരി കോഫി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ. അപ്പോൾ അവർ ചായ കുടിക്കാറില്ല കുട്ടികൾ. അപ്പോൾ ഞാൻ ജഗ്ഗിരി കോഫിയാണ്. ഇഷോ നിനക്ക് ഏത് കോഫിയാണ് ഇഷ്ടം? മിൽക്ക് വിത്ത് കോഫിയാണോ അതോ ജഗ്ഗിരി വിത്ത് കട്ടനാണോ? ജണ്ട്. അപ്പോൾ ഇവർക്ക് കട്ടൻ കൊടുത്താലും ഇഷ്ടമാണ് കേട്ടോ. ഇവർ ചായ കുടിക്കാറില്ല. അപ്പോൾ എൻ്റെ അടുക്ക് ചിലവ് കുറഞ്ഞല്ലോ, എനിക്ക് ലക്കാണല്ലോ. പിന്നെ അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ തീർച്ചയായിട്ടും എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് 365 days ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തീർച്ചയായിട്ടും 365 days എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇന്നേക്കാണ്, നാളത്തെ ദിവസം ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അത് നാളത്തെ മാത്രമാണ്. അപ്പോൾ നാളെ വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഹോപ്പാണ് ഹോപ്പല്ല ഗോളാണ് 365 days എൻ്റെ വ്ലോഗ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. സോ ഇന്നത്തെ അവർ ഡേയ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കിച്ചണൊന്ന് വൃത്തിയാക്കണം. ഓൾറെഡി ഇവിടെ ഞാൻ ചിക്കൻ കറി ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മൈ ഗോഡ് ചൂട് ഗീ റൈസാണ് കേട്ടോ. പിന്നെ ഇവിടെ വീട്ടിൽ ഞങ്ങൾ മാത്രമല്ലല്ലോ ഗൈസ്, ആണുങ്ങളുണ്ടെങ്കിലല്ലേ വേറെ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് ഫുഡ് വേസ്റ്റ് ആക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഉള്ളത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഉച്ചക്ക് ഞങ്ങൾ നോക്കും. കുട്ടികൾക്കാണെങ്കിൽ ഗീ റൈസ് ഭയങ്കര ഇഷ്ടമാണ്. 3 നേരം വേണമെങ്കിലും ഗീ റൈസ് കഴിക്കാം. എനിക്ക് അതിനൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. പിന്നെ വെജിറ്റബിൾസിൻ്റെ കറിയും കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും. എനിക്ക് അങ്ങനെ ഫുഡിൽ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടില്ല. അവർക്ക് അത് കഴിക്കില്ല ഇത് കഴിക്കില്ല. എന്ത് കൊടുത്താലും അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അവർ കഴിക്കും. എനിക്ക് അതിലൊരു യാതൊരു ബുദ്ധിമുട്ടായിട്ടില്ല. അതാണ് കേട്ടോ ഞാൻ ഏറ്റവും വലിയൊരു ലക്കിസ്റ്റ് മോം എന്ന് പറയുന്നത് ഫുഡിൻ്റെ കാര്യത്തിൽ. എന്തുണ്ടാക്കി കൊടുത്താലും സംടൈംസ് എപ്പോഴും വെജിറ്റബിൾ ചോദിച്ചാൽ ഒരു പൊട്ടാറ്റോ ഫ്രൈ ഇല്ലെങ്കിൽ ചിക്കൻ അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ തന്നെ ഇങ്ങനെ സങ്കടമായിട്ട് അവർ ചോദിക്കുന്ന രീതിയിൽ ചെയ്യുന്നില്ല. ഞാൻ തന്നെ ആലോചിച്ചിട്ട് അവർക്ക് വേണ്ട രീതിയിൽ ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കും. കൂടിയാണ് കേട്ടോ ഈ പാക്കറ്റ് ഇത്ര കൊണ്ടുവന്നു. ഞാൻ 5 rupeesൻ്റെ പാക്കറ്റാണ്. മറ്റേത് ബോട്ടിൽ കൊണ്ടുവന്നാലുണ്ടല്ലോ, ഞാൻ ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മൂടാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ പാക്കറ്റ് കൊണ്ടുവന്നതാ. ബൂസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കാരണം റെഗുലർ യൂസ് ചെയ്യുന്നെങ്കിൽ ഓക്കെ. ഉമ്മ എന്താക്കും ഓപ്പൺ ചെയ്തിട്ട്
ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ പകുതി മൂടി വയ്ക്കും. അപ്പോൾ എന്താ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അതുകൊണ്ട് വേസ്റ്റാണ് സംടൈംസ്. അതുകൊണ്ട് ഇതുപോലത്തെ വാങ്ങുന്നതാണ്. ഇത് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്താൽ മതിയല്ലോ എന്നുള്ളത്. എന്ത് ഇടുവെല്ലാം വെച്ചിട്ടോ വാട്ടർ കുറച്ച് ജഗ്ഗ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജഗ്ഗിലെന്നത് ജഗ്ഗ ടീ ആണല്ലോ. ഞാനൊന്ന് ഫുള്ളാക്കി വാട്ടർ. ഓക്കെ, ഞാൻ ജഗ്ഗിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഐറ്റംസ് ഒന്നും കെഫിൻ പോലുള്ള എന്തെങ്കിലും കുടിച്ചില്ലെങ്കിലല്ലേ നല്ല വർക്ക് തൂങ്ങിക്കൊണ്ടേയിരിക്കും. 24 മണിക്കൂർ വർക്കാണ്. അപ്പോൾ ഞാൻ 24 മണിക്കൂർ എന്നല്ല, ഉച്ചയ്ക്ക് കുളിച്ചിട്ട് മീൻസ് ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് കുളിച്ചിട്ടൊക്കെ കുറച്ച് പറഞ്ഞുകൊണ്ടാണ് ഉമ്മ വന്നിട്ട് 24 മണിക്കൂർ വർക്കുണ്ട്, 24 മണിക്കൂർ വർക്കുണ്ടെന്ന് പറയും. അപ്പോൾ കുറച്ച് ഞാൻ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം ഞാൻ എന്തെങ്കിലും മൊബൈലിൽ എന്തെങ്കിലും ഒരു വീട് നോക്കണമെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മൾ മൊബൈൽ തന്നെ യൂസ് ചെയ്യണം. മുമ്പത്തെ മാതിരി കോൺടാക്ട് ചെയ്തേ പറ്റും. മുമ്പത്തെ മാതിരി എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ഒരു ബോയ് ആൻഡ് ഗേളായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഒട്ടൊരു ഇതിൽ നോക്കണം. അപ്പോൾ കുക്കിങ്ങും നോക്കണം, പുറത്തിലത്തെ വീട് ഷിഫ്റ്റിങ് അത് കാര്യങ്ങൾ ഇത് ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ട് എനിക്ക്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ലോഗിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ കോൾ ചെയ്യുക. ആൻഡ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് സ്റ്റോറിയൊക്കെ ഇട്ടത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോ കാണിച്ചിട്ട് മെസ്സേജൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ റീപ്ലൈ കൊടുക്കുമ്പോൾ പിന്നെ ഇവിടെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരുപാട് പാടാം. അതിൻ്റെ ഇടയിലാണ് വീട്ടുകാരൊന്നും മനസ്സിലാക്കാതെ കംപ്ലൈൻ്റ് ആണ് എനി ടൈം 24 hours മൊബൈൽ ഇരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നത് ആൾക്കാരില്ലല്ലോ എന്നുള്ളത്. നമ്മൾ ആരോടെങ്കിലും ചാറ്റ് ചെയ്യുക, കൊഞ്ചിക്കുക, സംസാരിക്കുക എന്നുള്ളെങ്കിൽ ടെൻഷനാണ്. അതൊന്നല്ല. നിങ്ങൾക്ക് തന്നെ ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അവരോരോ വീട് തപ്പുന്നതും അവരോരോ വീടിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യുമ്പോൾ എക്സ്പോർട്ട്, അതായത് ഇൻസ്റ്റാഗ്രാം ആവട്ടെ യൂട്യൂബേഴ്സിലൊക്കെ അറിയുന്ന കാര്യമാണ്. ആ ഒരു എന്താ പറയുക, ഈ വീഡിയോ നോക്കിയിട്ട് ഉമ്മ പിന്നെ തുടങ്ങുന്നല്ല ഗൈസ്. നമുക്ക് പിന്നെ ഈ വീഡിയോ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ചെയ്യണം. അതിന് ഒരുപാട് സമയം എടുക്കും. പിന്നെ എഡിറ്റ് ചെയ്യുന്നത് അത്ര ഈസി അല്ല. അതൊക്കെ ഞാനിപ്പോൾ ലാപ്ടോപ്പിലല്ല ചെയ്യുന്നത്, മൊബൈലാണ്. കാരണം ലാപ്ടോപ്പിൽ പേയ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ അതും ചെയ്യണം. അപ്പോൾ അത് എക്സ്പോർട്ട് ചെയ്ത ശേഷം എനിക്ക് ഒരുപാട് എക്സ്പോർട്ട് ആകുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അത് കട്ട് ചെയ്തിട്ട് ഞാൻ വേറെ കോൾ വിളിക്കും, സംസാരിക്കും അവിടെ. അപ്പോൾ ഓരോരാൾക്ക് കോൾ വിളിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കുറച്ച് ഇല്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് ഒരുപാട് ഇപ്പം നമ്മൾ ഒരു വീട് നോക്കാന്ന് പറയുമ്പോൾ അവിടുത്തെ ഏരിയ പറ്റി ചോദിക്കണം, അവിടുത്തെ ഏരിയ എങ്ങനെയാണ് ചോദിക്കണം. അതിനൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ ഒരു 15 minutes എങ്കിലും നമ്മൾ സംസാരിക്കേണ്ടി വരും. പെട്ടെന്ന് എവിടെയാണ് ലൊക്കേഷൻ അയച്ചിക്കോ, ഞങ്ങൾ വന്ന് കാണാം എന്ന് പറയുമ്പോൾ ഒരുപാട് ലോങ് ആയിരിക്കും, ഒരുപാട് ഉള്ളിലായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എല്ലാം ചോദിച്ചിട്ട് അറിഞ്ഞിട്ട് തന്നെ പോകുമല്ലോ. കാരണം ഞാനും കുട്ടികളും ഉമ്മായിട്ടാണ് പോകുന്നത്. ഒരാവശ്യം ഒരാൾ വിളിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ കൊടുത്തതാണ്. അപ്പോൾ ആ ലൊക്കേഷൻ നോക്കിയിട്ട് അത് ലൊക്കേഷൻ ഓക്കെ ആണോ അല്ലേ എന്നൊക്കെ നോക്കിയിട്ട്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനും മാറി വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് ആൾക്കാർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസൊക്കെ നോക്കിയിട്ട് അവിടെ വിളിച്ചാൽ അതും പ്രശ്നമാണല്ലോ. സോ സംടൈംസ് അതാണ് എനിക്ക് സങ്കടമാവുന്നത്. പക്ഷേ നമ്മളെ കൂടെ ഉള്ളവർക്ക്, നമ്മളെ ദൂരമുള്ള ആൾക്കാർക്കാണെങ്കിൽ, ഇപ്പം നമ്മളെ ഫ്രണ്ട്സ് സർക്കിൾക്കാണെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞാലല്ല അവർ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും. പക്ഷെ നമ്മൾ അടുത്തുള്ള ആൾക്കാർ തന്നെ നമ്മൾ സംടൈംസ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാറില്ല. അപ്പോഴാണ് ഒരുപാട് സങ്കടമാകുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ എത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്ന അവരാവട്ടെ, നമ്മൾ എത്ര ഇതാണെങ്കിലും നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെന്ന് കുറച്ച് ഫാറായിട്ട് നമ്മൾ താമസിക്കുന്നത് നല്ലതാണ്. നമ്മൾ ദൂരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബുദ്ധിമുട്ടുകൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും സ്ട്രെസ് എടുത്തിട്ട് ഒരുപാട് ഞാൻ സ്ട്രെസ് എടുക്കുന്നുണ്ട്. ഒരുപാട് ടെൻഷൻ എനിക്കുണ്ട്, ഒരുപാട് ടെൻഷനുണ്ട്. ആരോട് പറയാനാണ്? പക്ഷെ ഞാൻ ആർക്കും മർമറിങ് ചെയ്യാനോ പിരി ചെയ്തിട്ട് അവർക്ക് ടെൻഷൻ ചെയ്തിട്ട് അവരെ ഇതാക്കാൻ ഞാൻ പോകില്ല. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അത് ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത്, ആ സോൾവ് ചെയ്യണം എന്നുള്ളത് ഞാൻ ആലോചിക്കുന്ന സമയത്താണ് വേറെ ഭാഗത്ത് പിരി വരുന്നത്. ആ സമയത്താണ് ഒരുപാട് ഇപ്പോൾ പെൺകുട്ടികൾക്ക് ഡിപ്രഷൻ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ആവുന്നല്ലോ. അതൊക്കെ റീസൺ ഇത് തന്നെയാണ് കേട്ടോ. കാരണം നമ്മളൊരാളെ നമ്മൾ കൂടുതലുള്ള ആൾക്കാരെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുക, എന്തായാലും അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം. ഇപ്പോൾ എനിക്കായ പോലല്ല, എല്ലാവരും വീട്ടുകാരുടെ പെൺകുട്ടികൾക്കുള്ള കാര്യങ്ങൾ പറയുന്നത്, അവർക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്, അവർക്ക് എന്താ പ്രശ്നങ്ങളുള്ളത്, അതെങ്കിലും ഒന്ന് കേട്ടിട്ടെങ്കിലും മനസ്സിലാക്കുക. പിന്നെ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, അത് ശരിയാവും, അത് നോക്കുക, അതങ്ങനെയൊക്കെ അതാണോ എന്ന് കൂടിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്താലും മതി. അത് വിട്ടിട്ട് അവർ കുട്ടി പറയുക, അവർ ആരോടോ സംസാരിക്കുന്ന പോലെ ആക്കുക. അതൊക്കെ കേൾക്കുമ്പോഴാണ് ലൈഫ് തന്നെ വേണ്ട വെറുക്കുന്ന സമയം. പിന്നെ ഫാമിലിയെ വേണ്ടെന്ന് തോന്നും, ഫാമിലിയും വേണ്ട, ആരും വേണ്ടെന്ന് തോന്നും. ചെയ്യാത്ത തെറ്റുകളൊക്കെ നമ്മൾ മോളിൽ വരുമ്പോൾ അത് ഭയങ്കര ഒരു ഡിപ്രഷനാണ്, സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഇതാ ജഗ്ഗിയർ വാട്ടറാണ് കേട്ടോ. സോപ്പ് വാട്ടർ അല്ല, അത് ജഗ്ഗിയറിൻ്റെ ഇതാണ്.
വീട്ടിലത്തെ പ്രശ്നമില്ല. പ്രശ്നം ഇതാണ്, ഞാൻ പാത്രം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വാട്ടർ ക്ലോസ് ആകും. അതാണ് പ്രശ്നം. ഇപ്പോൾ നോക്കും, ഞാൻ അരമണിക്കൂറായി വെയിറ്റ് ചെയ്ത് പാത്രങ്ങൾ വാഷ് ചെയ്തിട്ട്. കാരണം കയ്യിൽ സോപ്പായിരിക്കും. പിന്നെ നമ്മൾ ആക്കിയിട്ട് ഇപ്പോൾ വന്നതാണ് വെള്ളം. കയ്യിൽ സോപ്പാണെങ്കിൽ അത്യാവശ്യം കുട്ടികൾ സ്കൂൾ വായിക്കുമ്പോൾ അങ്ങനെ ഇതാണ്. പിന്നെ അവർ ഫോൺ വിളിച്ചിട്ട് പറയുമ്പോൾ അവർ സംടൈംസ് എടുക്കും, സംടൈംസ് എടുക്കാതെ. ഭയങ്കര ടാസ്ക് പോലെയാണ്. അത്യാവശ്യം ഇല്ലെങ്കിൽ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുമ്പോഴോ കുളിക്കുമ്പോഴോ സോപ്പ് ഇട്ടിട്ടുണ്ടോ ഇരിക്കുമ്പോഴാണ് വാട്ടർക്ക് ഇതാവുന്നത്, വാട്ടർ ടാങ്ക് തീരുന്നതാണ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് മോട്ടർ സ്വിച്ച് ഒന്നുമില്ല, താഴെ ഓർഡർ തന്നെ ഇടണം. ആ സമയത്ത് അത് ഭയങ്കര ഇറിറ്റേഷനാണ്. പോയാൽ സെപ്പറേറ്റ് മോട്ടർ ഉണ്ടെന്ന് നോക്കുന്നത്. കാരണം വാട്ടർ ഇല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വന്നാലൊക്കെ ആ ടോയ്ലറ്റിൽ നിന്നിട്ട് വെള്ളമില്ല, വെള്ളം കിട്ടുന്നു എന്നൊക്കെ വെച്ചിടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ആരോടും പിരിപ്പിരി ചെയ്യാതെ നിങ്ങളോട് തന്നെ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് പിരിപ്പിരി ചെയ്യാനും പക്ഷേ അല്ല ശരിയാവുമെന്നുള്ള ഒരു എൻ്റെ പ്രതീക്ഷിക്കുന്നു. നമ്മൾ മനസ്സിലാക്കാനോ നമ്മളെ കാര്യങ്ങൾ ഇതാക്കാനോ റബ്ബ് ഒരാളെങ്കിലും നമ്മൾ ലൈഫിലേക്ക് ചൂസ് ചെയ്തിട്ടുണ്ടാവും. ആരെങ്കിലാവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, ഫാമിലി ആവട്ടെ, ആരെങ്കിലും എൻ്റെ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ ആരെങ്കിലും ആവുകയാണെങ്കിൽ അൽഹംദുലില്ലാ വലിയൊരു ഇതാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് പാവാണ്, എല്ലാവർക്കും എൻ്റെ ബുദ്ധിമുട്ടുകളും അവരെന്നെ ചോദിക്കാറുണ്ട്, ഇത്രയ്ക്ക് നീ ഒർക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലോ സോ എല്ലാ കാര്യങ്ങളും നേടുന്നുണ്ടല്ലോ, പിന്നെ നിനക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ആണ്. അപ്പോൾ അതിനാണ് പറയുന്നത് ഒരുപാട് ആളും തലയിൽ വീഴ്ചയത് എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല, അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓൾ ഇൻ വൺ ഒന്നും ഒരാൾക്ക് പറ്റുന്ന കാര്യമല്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ആണുങ്ങളെ കാര്യം എത്രമാത്രം സ്ട്രെസ് ഉണ്ടെന്ന്. ചില ഭാര്യമാർ പറയാറുണ്ടോ ഭർത്താവിനോട്, എനിക്ക് നിങ്ങൾ ടൈം തരാറില്ല, എനിക്ക് നിങ്ങൾ സമയം തരുന്നില്ല, നിങ്ങൾക്ക് എൻ്റെ ഇപ്പോൾ ഇഷ്ടക്കുറവാണെന്നുള്ളത്. അതല്ല, ഇഷ്ടക്കുറവ് കൊണ്ടല്ല കേട്ടോ ഒരാണികൾ അങ്ങനെ ചെയ്യുന്നത്. കാരണം ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടികളൊക്കെ വരുമ്പോഴാണ് ഒരു റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് അവർ തലയിൽ വരുമ്പോഴാണ് അവർക്ക് സമയം തരാൻ പറ്റാത്തത്. കാരണം അവർക്ക് കുടുംബം നോക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, അവിടെ കാര്യങ്ങൾ നേടുക, അവിടെ കാര്യങ്ങൾ അന്വേഷിക്കുക, നോക്കുക. അപ്പോൾ അവർ സംടൈംസ് അവർക്ക് ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ കറങ്ങിപ്പിക്കേണ്ട, അതായത് ട്രിപ്പ് കൊണ്ടുപോകാൻ പറ്റില്ല മുമ്പിലത്തെ പോലെ. കല്യാണം കഴിഞ്ഞ ശേഷം അത്ര റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവില്ല. നിങ്ങൾ കുട്ടികൾ വൈഫോ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ കറങ്ങാണ്. അപ്പോൾ ആ ടൈമൊക്കെ അവർ കറങ്ങിപ്പിക്കും. ആഫ്റ്റർ മാരേജ് ആയ ശേഷം, ആഫ്റ്റർ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളായ ശേഷമാണ് സെപ്പറേറ്റ് വീട്ടിലേക്ക് പോകണം. സെപ്പറേറ്റ് വീട്ടിലേക്ക് പോയ ശേഷം പിന്നെ ഫുഡിൻ്റെ കാര്യം, ആ വീട്ടിലത്തെ കാര്യം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് വരും കേട്ടോ. ആ സമയത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഞങ്ങൾക്ക് സമയം, അതായത് വീട്ടിലുള്ള ഭാര്യ കുട്ടികൾക്കാണ് സമയം കൊടുക്കുന്നത്, പുറത്തുനിന്നാണ് സമയം കൊടുക്കുന്നത് ഒന്നറിയില്ല. ഇപ്പോഴാണ് ഞാനത് അനുഭവിക്കുമ്പോഴാണ് അറിയുന്നത് ഒരു ആണിൻ്റെ അത്ര ഒരു ഈസി അല്ല ഓരോ കാര്യങ്ങൾ നേടുന്നത്, അത്രയും കഷ്ടപ്പാടുണ്ടോ. പക്ഷേ ഞാനിപ്പോൾ അധ്വാനിക്കുന്നില്ല, സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. പക്ഷേ ഇനിയും അധ്വാനിക്കുന്ന ഒരാളാണെങ്കിൽ, പേഴ്സൺ ആണെങ്കിൽ, അവർ അതിലെ ഡിപ്രഷനും വീട്ടിൽ വരുന്ന ആ ഒരു പിരിപ്പിരിയും ഇരിക്കലും അതൊക്കെ എത്രമാത്രം ഒരു ഹേർട്ടാകും, എത്രമാത്രം ഒരു മാനസികമായി അനുഭവിക്കും എന്നുള്ളത് നമ്മളും ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ഒരു ഹസ്ബൻഡായ ആൾക്കാരൊരു ബുദ്ധിമുട്ടുകളൊന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ കാര്യങ്ങൾ അവർക്ക് എന്തോ നമ്മൾ കൊണ്ടുപോകാൻ പറ്റുമോ, പുറത്തു പോയാൽ അവരോട് ഒരുപാട് ചിലവ് ചെയ്യിപ്പിക്കാതെ ഒരു ചെറുമുറിയെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് തിന്നിപ്പിക്കുമ്പോൾ അതൊരു സമാധാനത്തോട് വരുന്ന ഒരു വൈഫുണ്ടല്ലോ, ഒരു ഭർത്താവിനെ കിട്ടിയാൽ അൽഹംദുലില്ലാ, അതാണ് ലൈഫ്. കാരണം എന്നും നമ്മളൊരു ഹൈഫൈ ആയിട്ട് നടപ്പിക്കണമെന്നില്ല. ആഫ്റ്റർ മാരേജായിട്ട് നിങ്ങൾ ആ ടൈമിലൊക്കെ ഹൈഫൈ ആയിട്ട് നടക്കുന്നുണ്ട്. ഒരു കുട്ടികൾ വന്ന ശേഷം നിങ്ങളോട് സ്നേഹം ഇല്ലതല്ല, അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസാണ് വീഴുന്നത്. ആ ടൈമിൽ അവർ മൊബൈലുണ്ടാവും, മൊബൈലിൽ ഒരുപാട് കാര്യങ്ങൾ നേടുക, മുമ്പിലത്തെ പോലെ പോയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ സൈഡിലേക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ മൊബൈലിലാണ് നോക്കുന്നത്. വേറെ എന്തെങ്കിലും ഒരു വീഡിയോ തപ്പണമെങ്കിലും അത് മൊബൈലിലാണ്. എല്ലാം മൊബൈലിൽ നിന്നിട്ട് തപ്പി അവിടുന്ന് കോൺടാക്റ്റൊക്കെ തപ്പിട്ടാണ്. ചില സമയത്ത് സ്കാം ആവും, ചില സമയത്ത് അത് നല്ല വേയിൽ പോകും. അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രം മനസ്സിലാവുള്ളൂ. എന്തായാലും ഇനി അവർ ടൈം തന്നില്ല, ഇവർ ടൈം തന്നില്ലെന്ന് കുറ്റപ്പെടുത്തേണ്ട. അവർ 24 മണിക്കൂർ മൊബൈലാണെന്നും കുറ്റപ്പെടുത്തേണ്ട. നിങ്ങളുടെ ഫാമിലി നിങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ടോ? നിങ്ങൾ കുട്ടികൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഫാമിലി ഒന്നും കുറവില്ലാതെ അവർ നോക്കുന്നുണ്ടോ? അവർ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾ പോട്ടാൻ വേണ്ടി, നിങ്ങൾ കുട്ടികളെ വയറിനൊക്കാൻ വേണ്ടി മാത്രമായിരിക്കും. കുട്ടികളും വൈഫിനൊന്നും പറയരുത്, അവർ ഇറിറ്റേഷൻ ആവരുതെന്ന് പറഞ്ഞിട്ട് ഈവനിങ് ടൈം, അതായത് ജോബൊക്കെ വിട്ട് വന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും വർക്കൊക്കെ വിട്ട് വന്നിട്ട് ഈവനിങ് ടൈം വരെ കാറായിട്ടൊക്കെ അവരെ പുറത്തൊക്കെ കൊണ്ടുവന്ന് കറങ്ങിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ സമൂഹത്തിലെ നമ്മൾ നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? വീട്ടിലൊരു സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. ഏറ്റവും വലിയൊരു പീസായ ഒരു വീട് എന്ന് പീസ് എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡാവട്ടെ, ഒരാൾക്കാവട്ടെ,
നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വരുമ്പോൾ വീട്ടിൽ പോകരുത്, നമുക്ക് എവിടെയെങ്കിലും കറങ്ങിയിട്ട് 2 മണിക്ക് വീട്ടിൽ എത്തിയാൽ മതി എന്ന് തോന്നുന്നതല്ല. ഒരു വീടെന്ന് പറയുന്നത് എപ്പോഴും ഒരു പീസായിരിക്കണം. കാരണം നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോയാൽ എപ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് കയറി പോകുന്നത്, എപ്പോഴാണ് നമ്മൾ ആ ഒരു വീട്ടിലേക്ക് സമാധാനമുള്ള ഒരു വീടാവണം. നമ്മളെപ്പോഴും പിരിപ്പിരി ഇരിക്കുമ്പോൾ വീട്ടിൽ പോകണം, എവിടെയെങ്കിലും കറങ്ങാൻ പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന കെഫിൽ പോവുക, അങ്ങനെയൊക്കെ ചിന്ത ഒരിക്കലും വരരുത്. എവിടെയെങ്കിലും ഹസ്ബൻഡ് ആവട്ടെ വൈഫാവട്ടെ എവിടെയെങ്കിലും പുറത്ത് പോയാൽ എപ്പോഴാണ് ഞാൻ വീട്ടിലെത്തി കിട്ടുന്നത്, എപ്പോഴാണ് ആ വീട്ടിലെത്തുന്നത്, എപ്പോഴാണ് ഞാൻ കുഞ്ഞുങ്ങളെ കാണുന്നത്, എപ്പോഴാണ് എൻ്റെ വൈഫിനെ കാണുന്നത്, അങ്ങനെയൊക്കെ ചിന്ത വർപ്പിക്കുന്ന പോലെ നമ്മൾ തന്നെ ചെയ്യണം. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടൊരു മോട്ടിവേഷൻ ചെയ്തതാണ് കേട്ടോ. ഞാനും അതേ തന്നെയാണ്. ഒരുപാട് ഡിപ്രഷൻ ഇരിക്കുന്ന സമയത്ത്, മെൻ്റൽ ഡിപ്രഷനൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ജിം പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് കുറച്ച് അവിടെയെങ്കിലും പീസ്ഫുൾ ഉണ്ടാവും. അതിനുശേഷം ഞാൻ വീട്ടിൽ വരുന്നത് കുട്ടികളെ സ്കൂളുകളിൽ ആക്കിയിട്ടാണ്. കാരണം ലൈഫാണ്, എന്ത് വന്നാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റും. ഇന്ന് ഞാൻ ഒരുപാട് ഇമോഷണലി ആയിട്ടാണ് ആ വീഡിയോയ്ക്ക് നിങ്ങളോട് ചെയ്തത്. എനിക്ക് ഒരുപാട് സങ്കടം പറയാൻ പറ്റാത്ത, നമ്മൾ ശരിക്കും നമുക്കല്ലല്ലോ ഓരോരാളുടെ ലൈഫ്. മുന്നോട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിളൊന്നും ഇല്ല. അൽഹംദുലില്ലാഹ് എൻ്റെ ബ്രദർ എൻ്റെ കൂടെ എൻ്റെ മനസ്സിലാക്കിയിട്ട്, എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിലാക്കിയിട്ട്, എൻ്റെ കൂടെ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ബ്രദർ. അപ്പോൾ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ അത് എന്നോട് ഫോൺ വിളിച്ചിട്ട് അപ്പോൾ തന്നെ ചോദിക്കുക എന്താണ് പ്രശ്നം. അപ്പോൾ ഞാനത് ക്ലിയറായിട്ട് ഓപ്പണായിട്ട് പറയുമ്പോൾ ഓക്കെ ഇങ്ങനെയാണോ കാര്യങ്ങൾ. അപ്പോൾ ഒരു ഭാഗം മാത്രമാണ് കേൾക്കാറില്ല, 2 ഭാഗം കേട്ടിട്ടാണ് അവൻ ഡിസിഷൻ എടുക്കുന്നത്. ഇത് ഏറ്റവും വലിയൊരു ലക്കാണ് എനിക്ക് കിട്ടിയത്. അവനുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഒരു ഹാപ്പി ആയിട്ട് പുറത്തു ഉള്ളിൽ അങ്ങനെയൊക്കെ കറങ്ങാനൊക്കെ പോകുന്നത്, കുട്ടികളായിട്ട് സമാധാനത്തോടെ ഇരിക്കുന്നത്. പിന്നെ വേറെ ഒരാളും എന്നെ മനസ്സിലാക്കാറില്ല, അതാണ് ഒരു സങ്കടം. പൊടി ഇടട്ടോ, ഞാൻ കോഫി പൊടി ഇട്ടു. പിന്നെ കുട്ടികൾക്കും ജഗ്ഗരി കോഫി ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും കോഫിയാണ് വെച്ചെടുക്കും. കൈ വരക്കുന്നുണ്ട്, എന്താ പെട്ടെന്നാണ് കേട്ടോ. എനിക്ക് ടെൻഷൻ കയറിയാലോ പിന്നെ സ്ട്രെസ് ആയാലൊക്കെ കൈ വരക്കുന്നതാണ്. ഗീ റൈസ് ഇത് സിസ്റ്ററാണ് ഇന്നലെ ഉണ്ടാക്കിയത് രാത്രി. ഗീ റൈസ് നമുക്ക് ഫുഡ് മതിയല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ ഗീ റൈസ് ഉണ്ടാക്കി. ഇതാ ടേസ്റ്റ് നോക്കുന്നത് സിസ്റ്ററിൻ്റെ ഗീ റൈസ് ആണ് കേട്ടോ. എൻ്റെ ഇഷ്യൂ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സിസ്റ്റർ ഉണ്ടാക്കിയ ഗീ റൈസ്. ഉമ്മച്ചൊക്കെ ഇഷ്ടമാണ്. ഞാൻ ആരാണ് നോക്കുന്നത്, നോക്കുമ്പോൾ എൻ്റെ ഉമ്മ കേട്ടോ എന്തോ പാക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നില്ല. പക്ഷെ ഉമ്മനെ കാണുന്നില്ല. നീനല്ലേ വന്നരേ ബെല്ലടിച്ചു പിന്നെ പറയുമ്പോൾ നീനല്ലേ അത് ടേസ്റ്റിയാ. ജലേബി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ. വന്ന ഉടൻ നമ്മൾ പരിപാടി ഇതാണ്. ഉമ്മ എവിടെയെങ്കിലും പുറത്ത് വന്നാൽ ഇത് ഈ സാധനം കൊണ്ടുവരും. ജിലേബി ഇത് ഞാൻ പുസ്തകത്തില്ല 2 വലിക്കാൻ വന്നിരിക്കുന്നത്. തിന്ന് കാണിക്ക്. ഹൗ ഇസ് ദിസ്? സൂപ്പറാ. എന്താ സബറില്ലാത്ത സുജക്കുട്ടിയാൽ സൂപ്പറാണ് കേട്ടോ. പക്ഷേ ഞാൻ സ്വീറ്റ്സ് ഒഴിവാക്കുമെന്ന് വിചാരിച്ചതാണ്. ജിലേബി ആൻഡ് മൈസൂർ ബാക്ക് മൈ ഫേവറേറ്റ്. അത് കട്ടനൊടി വാ സൂപ്പറാണ്. പതാണ് കുറച്ചേ ഉള്ളൂ. ചായ കുടിക്കുമ്പോൾ തരും, കട്ടൻ കുടിക്കുമ്പോൾ. അടുപ്പോ പോയിക്കോ. 3 ആൾക്ക് ഇപ്പം ഇത് വേണം. ഞാൻ കട്ടൻ ആവാൻ കാക്കാണ്, എല്ലാവർക്കും ഷെയർ ആക്കാണ്. ഇപ്പം നിങ്ങൾക്ക് ഒന്നും തന്നു. ആണ്ടി കാലിയാക്കുള്ളൂ. ഞാനാണ് ഓതിയാക്കുന്നത് കേട്ടാ. ഇവള് ആൾട്രേഷൻ ചെയ്തപ്പോൾ ഇതാണ്ട്. ഇത് ബ്രദർ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇത് നല്ല ഡ്രസ്സുണ്ട്. 2 കൈ വലുതാണ്. നല്ല ഡ്രസ്സുണ്ട്. ഞാൻ ബുക്കിട്ടില്ല. പക്ഷെ ഫിറ്റിംഗ് നോക്കിയാണ്. ഇതേ ചന്തണ്ടടി. ಬೇಗ ಬಾಡಿ. ಇದು ಚಂದ ಉಂಟು ಕಲರು. ಚಂದ ಉಂಟು ಕುರ್ದುಂಟು ಮಾತ್ರ.
ഷോർട്ട് ഏകദേശം മാത്രം സെറ്റ് ആവുള്ളൂ, എനിക്ക് സെറ്റ് ആവൂല. ബട്ട് ഇത് ഞാൻ ഉപ്പലങ്ങ് വാങ്ങിയതാണ് കേട്ടോ. ഉപ്പലങ്ങ് ഇൻസ്റ്റാഗ്രാം നോക്കി വാങ്ങിയതാണ്. ബട്ട് അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ലിങ്ക് കറക്റ്റ് ഇൻസ്റ്റാഗ്രാം ഉപ്പലെന്ന് വാങ്ങിയത്. പക്ഷെ എനിക്ക് ഷോർട്ടായി, കാരണം ഞാൻ അവരോട് 156 എന്ന് പറഞ്ഞത്. പക്ഷെ എൻ്റെ 158 ഇട്ടപ്പോൾ നല്ല രസം കണ്ടോ, ഹൈറ്റ് പോലെ. ഈട്ടപ്പോൾ ഹൈറ്റ് പോലെ കണ്ടു, ഇപ്പം രസമാണ്. പിന്നെ പ്രത്യേക ദുബായിൽ നിന്ന് ബുർക്ക ഒരു പ്രത്യേകത എന്താണ് അറിയാം ഗൈസ്? ദുബായിൽ നിന്ന് ബുർക്ക എന്ന് പറഞ്ഞാൽ വെരി ബ്ലാക്ക് ഉണ്ടാവും കേട്ടോ, അതാണ്. പിന്നെ ഞാനിത് ഈ ഒരു ബുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വെറൈറ്റി ആയിട്ട് എടുക്കുന്ന ഒരു ബുക്കാണല്ലോ, അപ്പോൾ അത് പർച്ചേസ് ചെയ്തതാണ്. പക്ഷെ ഞാൻ അവരോട് 54 ആണ് പറഞ്ഞത്, 154 എന്തോ പറഞ്ഞു, 54 സൈസ് പറഞ്ഞതാണ്. മേ ബി 58 എന്തോ പറയണമായിരുന്നു അത്രേ. പക്ഷെ എനിക്കറിയില്ല അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ അറിയാതെ ഞാൻ പറയുമ്പോൾ പിന്നെ എൻ്റെ സിസ്റ്റർ ഞാൻ സിസ്റ്റർക്ക് കൊടുത്തു. അപ്പോൾ അതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എനിക്ക്. പിന്നെ അവർ ഷോൾ അയച്ചിട്ടില്ല, അപ്പോൾ ഷോളാണ് ഓൾറെഡി പറഞ്ഞതാണ് അയക്കാണ്. അപ്പോൾ ദിസ് വീക്ക് അവർ ഷോൾ അയക്കുമായിരിക്കും, നോക്കാം നമുക്ക്. ഉണ്ടാക്കി ഫുഡൊക്കെ കഴിഞ്ഞു. ഇന്നലെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വൈകുന്നേരം എല്ലാം വാങ്ങിച്ചാണ് കുട്ടികൾ. അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം കേരള സ്പെഷ്യൽ ഏത്തക്കായ ഫ്രൈ ഉണ്ടല്ലോ, അത് കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏത്തക്കായ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാൻ വരുന്ന ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിക്കും പിന്നെ എൻ്റെ ചെറിയ മോൾക്ക് രണ്ടാൾക്ക് ഇഷ്ടമാണ്. വലിയ മോൾക്ക് ഇഷ്ടമാണെന്ന് ഇപ്പോൾ കഴിപ്പിച്ച് നോക്കണം. ഒരുപാട് ദിവസമായി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ കാണാം. അപ്പോൾ ഇത് ഇപ്പോൾ ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഇത്ര ഏത്തക്കായ വേണമെന്ന് എനിക്കറിയില്ല. ഒരു സൈഡിൽ ഞാൻ ഇട്ട് എടുക്കട്ടെ. ഞാൻ വിചാരിച്ചു ഇത് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചത്. എന്താണ് മറ്റേ ബനാന ഫ്രൈ ആക്കാമെന്ന്. പിന്നെ എനിക്ക് വിചാരിച്ചു വേണ്ട ബനാന ഫ്രൈ കായാണ് പഴുത്തിരിക്കുന്ന അറിയില്ല. ഓ പഴുത്തിട്ടില്ല ഗൈസ്. ഈ ഒരു ഗീൻ്റെ പാക്കാണ് അയക്കാൻ പറഞ്ഞത്. കുറച്ച് വഹിച്ച് കൊടുത്തു. നല്ല പഠിപ്പാണ് കേട്ടോ. ഞാൻ കുറച്ചിട്ട് കൊടുത്തു. അപ്പോൾ നോക്കാൻ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നത് നോക്കാൻ വേണ്ടി എനിക്ക് ഉണ്ടാക്കി തരുന്നതാണ്. അവർക്ക് വേണം ബനാന വേണ്ടി ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് ബനാന പിറ്റാക്കി ഒരാൾ വന്ന് കേട്ടിട്ടൊക്കെ നോക്കാണ് എന്തുണ്ടാക്കുന്ന ആൻറ്റി എനിക്ക് തരുമോ ഇല്ലയോ, അത് ഉണ്ടാക്കി തിന്നോ എന്നുള്ളത്. 3 കുട്ടികൾ വരും. ഫുഡ് ഉണ്ടാക്കുന്നതിന് നോക്കാൻ വരുന്നത് 3 ആൾക്ക് ഭയങ്കര ക്രേസാണ്. എന്ത് ഉണ്ടാക്കുന്നേ അത് തിന്നാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് തിന്നും. അതെനിക്കൊക്കെ സന്തോഷമാവുന്നത്. ഞാനിപ്പോൾ വരങ്ങിയടിക്കുന്നത് തന്നെ ഇവരൊക്കെ തപ്പാൻ എന്തുണ്ട് ഫുഡോ ഒന്നില്ല വീട്ടിൽ. എല്ലാം സ്കൂൾ ലീവല്ലേ, രാവിലെ മുതൽ എന്തെങ്കിലും കഴിച്ചുകൊണ്ടേയിരിക്കും. ഈവനിങ് ആകുമ്പോൾ എല്ലാം കഴിയും. അപ്പോൾ ഞാൻ എന്താക്കും കുറച്ച് നമ്മൾ വീട് ഷിഫ്റ്റിംഗ് ചെയ്യാനുള്ള പ്ലാൻ ആയതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും സ്റ്റോക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് എന്തിനാ ഇവിടുന്ന് സാധനം ഷിഫ്റ്റ് ആക്കണം, അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലത്തെ സാധനം പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിമാർട്ട് പോയിട്ട് സാധനങ്ങളൊന്നും വാങ്ങാതെ കുറച്ച് വാങ്ങുന്നതാണ്. കുറച്ച് വാങ്ങുമ്പോഴാണ് നമുക്ക് ലോസാണ് കേട്ടോ. ഞാനിങ്ങനെ കൂടുതലായിട്ട് വാങ്ങുമ്പോൾ ഒരുപാട് സ്റ്റോക്ക് ആയിട്ട് ഐറ്റംസ് ഉണ്ടാവും. ഈ ബനാന യെല്ലോ കളറായ ഏത്തക്ക, അയ്യോ ചൂടോടുള്ള ഏത്തക്ക കാഷ്നട്ട് വയ്ക്കും. സംഭവം എന്താ അറിയോ, ടേസ്റ്റ് ഉണ്ടോ, പക്ഷെ ഏത്തക്കായ പച്ച ആയതുകൊണ്ടോ അത് പഴുക്കാത്തത് കൊണ്ടാണ് ഒന്ന് ഇത് നമ്മൾ റൈസ് വെച്ചിട്ട്, അതായത് ഡ്രൈ ഗ്രേപ്സ് വെച്ചിട്ട് കഴിച്ച് നോക്കാം. ഞാൻ കണ്ടറിയാം ഏത്തക്ക നല്ലോണം പഴുത്തിട്ടില്ലായിരുന്നു. പഴുക്കാത്ത ഏത്തക്കാണ് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തത്. പക്ഷെ മധുരമില്ല, ആ പ്രശ്നമുള്ളൂ. കുറച്ച് ഇതിലേക്ക് നമ്മൾ ഇന്ന് ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, കുറച്ച് മതി. അവർ കുറച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇപ്പോൾ സൂപ്പറാണ് കേട്ടോ. സ്വീറ്റോ കുട്ടികൾക്ക് കൊടുക്കാം. ചോബി തിന്ന, അത് ചോബിൻ്റെതാ, പ്രശ്നമല്ലേ. ഇതാ ബ്രേക്ക് സൂപ്പറാ, ഇഷ്ടപ്പെട്ട. രാത്രി ചപ്പാത്തി ഉണ്ടാക്കും, കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ട്, അതെന്നെ ശരിയാക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയുള്ള ഗൈസ്. ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.